സദാശിവൻ സംവിധാനം ചെയ്ത പ്രണവ് മോഹൻലാൽ നായകനായ ചിത്രമാണ് DFI. അപ്പം 2 ദിവസമായിട്ട് നമ്മൾ അതിനെപ്പറ്റി തന്നെയാണ് സംസാരിക്കുന്നത്. അത് എൻ്റെ കുറ്റമില്ലടി. മലയാള സിനിമയുടെ 2 ദിവസം കൊണ്ട് മലയാള സിനിമ DFI എന്ന് പറയുന്ന ചിത്രമായിട്ട് ഇപ്പം യൂട്യൂബ് നിങ്ങൾ എടുത്തു നോക്കിയോ, ദൃശ്യമാധ്യമങ്ങൾ എടുത്തു നോക്കിയോ, എവിടെയും സിനിമ എന്ന് പറയുമ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം DFIയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെ. പിന്നെ രാഹുൽ സദാശിവൻ്റെ മേക്കിങ്, അതുപോലെ തന്നെ പ്രണവിൻ്റെ അസാധ്യമായ പ്രകടനം, ഇത് രണ്ടുമാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിനകത്തെ നടന്മാരുടെ അഭിനയമെല്ലാം മികച്ച അഭിനയമുണ്ട്. അതുപോലെ ഇതിൻ്റെ ബഡ്ജറ്റും വളരെയധികം കുറവാണ് എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്നൊരു കാര്യം. 2 ദിവസം കൊണ്ട് തന്നെ ഇതിൻ്റെ മുടക്കുമുതൽ തിരിച്ചു പിടിച്ച് പിന്നെ ലാഭത്തിലെത്തി എന്നുള്ളതാണ്. ഒരു ചിത്രം 2 ദിവസം കൊണ്ട് തന്നെ മുടക്കുമുതൽ തിരിച്ചു പിടിച്ച് പിന്നെ ലാഭത്തിലെത്തി എന്ന് കേട്ട് കഴിയുമ്പോൾ നമ്മൾ ഞെട്ടാതിരിക്കത്തില്ലല്ലോ അല്ലേ. അപ്പം ഇപ്പം ഇന്നലെ കേരളത്തിൽ നിന്ന് ചിത്രം കളക്ട് ചെയ്തത് 5,15 ലക്ഷം രൂപയാണ്. ആദ്യ ദിനം 4,65 ലക്ഷം രൂപയാണെങ്കിൽ രണ്ടാമത്തെ ദിവസം 5,15 ലക്ഷം രൂപയാണ്. അങ്ങനെ 2 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് ഇത് കളക്ട് ചെയ്തത് 9,80 ലക്ഷം രൂപയാണ്. 9,80 ലക്ഷം കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തപ്പോൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ, കേരളം ഒഴിച്ചുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ ചിത്രം കളക്ട് ചെയ്തത് 2,40 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ ടോട്ടൽ ഇന്ത്യ ഗ്രോസായിട്ട് കാണിക്കുന്നത് 12,20 ലക്ഷം രൂപയാണ്. അതുപോലെ വിദേശ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ തന്നെ എടുത്താൽ കേരളം കഴിഞ്ഞാൽ കേരളത്തെക്കാൾ കൂടുതൽ കളക്ഷൻ വരുന്ന ഒരു മേഖലയാണ് ഗൾഫ് രാജ്യങ്ങൾ. പ്രത്യേകിച്ച് മോഹൻലാൽ ചിത്രങ്ങൾക്കെല്ലാം വമ്പൻ കളക്ഷൻ. കേരളത്തിൻ്റെ 10 ആണെങ്കിൽ അവിടുന്ന് മിക്കവാറും 15 ആയിരിക്കും എത്തുന്നത് അല്ലേ. അതുപോലെ വിദേശ മാർക്കറ്റിലൊക്കെ ലാലേട്ടൻ ചിത്രങ്ങൾക്ക് ഭയങ്കര ഹൈപ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ അതേ ഹൈപ്പ് ഇവിടെയും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. നമ്മൾ നോക്കുമ്പോൾ ഗൾഫ് മേഖലയിൽ നിന്ന് കേരളത്തിൽ നിന്ന് 9,80 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തെങ്കിൽ ഗൾഫ് മേഖലയിൽ നിന്ന് 2 ദിവസം കൊണ്ട് 10 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ട് ചെയ്തു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ടോട്ടൽ ഓവർസീസായിട്ട് കാണിക്കുന്നത് 13,30 ലക്ഷവും ഇന്ത്യ ഗ്രോസായിട്ട് കാണിക്കുന്നത് 12,20 ലക്ഷവുമാണ്. അങ്ങനെ ടോട്ടൽ 25,50 ലക്ഷം രൂപയാണ് കാണിക്കുന്നത്. ഇതിന് ഏറ്റവും വലിയൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ മിക്കവാറും ഈ മോഹൻലാൽ ചിത്രം മലയാള സിനിമയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ ഇച്ചിരി കൂട്ടിയൊക്കെ വെക്കത്തുള്ളൂ സാധാരണ. അപ്പം ഞാൻ ഇന്നലെ 25 കോടി 2 ദിവസം കൊണ്ട് നേടും എന്ന് നേരത്തെ തന്നെ ഈ കളക്ഷൻ വരുന്നതിന് മുമ്പ് ഇന്നലെ വാർത്ത ഇട്ടല്ലോ, വീഡിയോ ഇട്ടപ്പോൾ 25 കോടി എന്ന് പറഞ്ഞാൽ ഞാൻ തംബ്ലൈനും ഒക്കെ ഇട്ടെ. പക്ഷേ അന്നേരവും ഞാൻ പ്രതീക്ഷിച്ചില്ല 23, 24 ചെന്ന് നിൽക്കുമെന്നാണ് പ്രതീക്ഷ. പക്ഷേ എൻ്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് ഈ ചിത്രത്തിൻ്റെ കുതിച്ചുകയറ്റം. അത് മറ്റു പല ചിത്രങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം ഇത് നമ്മൾ 25 പറഞ്ഞതെങ്കിൽ 25.5 കോടി രൂപ, 25,50 ലക്ഷം രൂപയാണ് 2 ദിവസം കൊണ്ട് വേൾഡ് വൈഡായിട്ട് ഈ ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ ചിലപ്പോൾ ഇതിന് വീണ്ടും മാറ്റങ്ങൾ ഉണ്ടാകാമെന്ന് തോന്നുന്നു. ഈ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് ഈ സ്പെഷ്യൽ ഷോകൾ, നൈറ്റിൽ സ്പെഷ്യൽ ഷോകൾക്ക് ഒത്തിരി ഉണ്ട്. അതിൻ്റെ കണക്കുകൾ കൂട്ടാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാകാം ഈ ട്രാക്കർമാർക്ക് ഈ കണക്കുകൾ കിട്ടാത്തത്. അതുകൊണ്ട് ചിലപ്പം ഒരു വ്യത്യാസം ഉണ്ടാകാം. ചിലപ്പോൾ 26-26.5 കോടി ഒക്കെ ഉണ്ടാകാം എന്ന് തോന്നുന്നു. അപ്പം 25.5 കോടിയാണ് ഇപ്പം ഔദ്യോഗികമായിട്ട് നമുക്ക് കിട്ടിയേക്കുന്ന വിവരം. അതാണ് ഞാൻ പറഞ്ഞത്. ആദ്യ ദിനം നമ്മൾ പ്രതീക്ഷിച്ച 10 കോടിയെങ്കിൽ 11,40 ലക്ഷം രൂപകൾ ആദ്യ ദിനം നേടി. രണ്ടാമത്തെ ദിവസം അത് 25,50 ലക്ഷത്തിലേക്ക് വന്നു നിൽക്കുന്നു. വമ്പൻ ഹിറ്റിലേക്കാണ് കുതിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യ 2 ദിവസം കൊണ്ട് തന്നെ ഇതിൻ്റെ മുടക്കുമുതൽ തിരിച്ചു പിടിച്ചെന്നുള്ളതാണ്. മുടക്കുമുതൽ അതിൻ്റെ നമുക്കറിയാമല്ലോ. പുതുമുഖ നടന്മാർ, അതുപോലെ പ്രണവ് മാത്രമേ ഉള്ളൂ നമുക്ക് വലിയ പരിചിതമുള്ള മുഖം. പിന്നെ ഇതിൻ്റെ ഷൂട്ടിങ് 10-22 ദിവസം കൊണ്ട് കഴിഞ്ഞു. അപ്പം മുടക്കുമുതൽ വളരെ കുറവുള്ള ചിത്രം 2 ദിവസം കൊണ്ട് ഇതിൻ്റെ മുടക്കുമുതൽ തിരിച്ചു പിടിച്ചു എന്നുള്ളതാണ്. ഇനിയും നമുക്കറിയാനുള്ളത് കേരളം ഒഴിച്ചുള്ള ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇത് വൻ ഹിറ്റിലേക്ക് നീങ്ങുന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. തമിഴ്നാടിൻ്റെയും കർണാടകത്തിൻ്റെയും ആന്ധ്രയുടെയൊക്കെ തരം തിരിച്ചുള്ള കണക്കുകൾ അല്പസമയത്തിനുള്ളിൽ നമുക്ക് കിട്ടും. അതുമായിട്ട് വീണ്ടും എത്താം. അതുപോലെ തന്നെ ഞായറാഴ്ച ഈ ചിത്രം എങ്ങനെ കളക്ട് ചെയ്യുന്നു എന്നറിയാൻ നിങ്ങൾക്ക് താല്പര്യം കാണും. അതിൻ്റെയും വീഡിയോ ആയിട്ട് വീണ്ടും എത്താം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ.